എല്ലാവർക്കും ടെക്ലൈ മലത്തിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന OnePlus Nord 5 കുറിച്ചാണ്. നമുക്ക് ചൈനയിൽ കുറച്ച് ഫോണിൽ ഇറങ്ങിയിട്ടുണ്ട്. OnePlus Ace 5 എന്നൊക്കെ പറഞ്ഞ് കുറേ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പോലെ തന്നെ നമുക്ക് OnePlus Ace 5V എന്ന് പറഞ്ഞ ഫോൺ ചൈനയിൽ എന്തായാലും ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, റീബ്രാൻഡഡ് വേർഷൻ ആയിരിക്കും നമുക്ക് ഇന്ത്യയിൽ നമുക്ക് OnePlus Nord 5 ആയിട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ലീക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് OnePlus Nord 5-ൻ്റെ. നമുക്ക് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം. ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ റെൻഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ സ്പെക്കലിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗ്ലാസ് ബാക്ക് ആയിരിക്കും, പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്, പിന്നെ IP64 റേറ്റിംഗ് എന്തായാലും കാണും. ഡിസ്പ്ലേ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു 6.78 ഇഞ്ചിൻ്റെ ഒരു ഫ്ലാറ്റ് 1.5K 120 Hz 10-bit AMOLED പാനലാണ് വരുന്നത്. 3840 Hz PWM ഡിമ്മിങ് വരുന്നുണ്ട്. 3200 nits പീക്ക് HDR ബ്രൈറ്റ്നസ് ആയിരിക്കും. പിന്നെ HDR10+ സപ്പോർട്ട് എന്തായാലും കിട്ടും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. പിന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഡിസ്പ്ലേയുടെ സ്പെക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ടിപ്പിക്കലാണ്. എല്ലാ ഫോൺ പോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഹെഡ്ഫോൺ ജാം കാര്യങ്ങളൊന്നും വരുന്നില്ല. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പെർഫോമൻസിൽ ഹൈലൈറ്റ് തന്നെയാണ്. ഒരു പുതിയൊരു ചിപ്സെറ്റാണ്. MediaTek Dimensity 9350 ആണ് വരുന്നത്. 4 nm പ്രോസറാണ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ 9300+ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു MediaTek പറയുന്നത് പറഞ്ഞാൽ മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസർ തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ സ്പെക്കും പുറത്ത് വന്നിട്ടില്ല. ഒരു ക്ലോസ് ടു 9300-ൻ്റെ ഒരു സ്പെക്കൊക്കെ തന്നെ ആയിരിക്കും. വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ എക്സ്പാൻഡബിൾ സ്റ്റോറേജും കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പെർഫോമൻസിൻ്റെ കാര്യത്തിലും അടിപൊളി പെർഫോമൻസ് തന്നെയാണ് വരാൻ പോകുന്നത്. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ 50 MP f1.8 ആപ്പർച്ചറിൻ്റെ പ്രൈമറി സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 4K 30 fps ആയിരിക്കും മാക്സിമം വരുന്നത്. 8 MP അൾട്രാ വൈഡ്, ടിപ്പിക്കൽ പോലെ തന്നെ 8 MP അൾട്രാ വൈഡ് ആണ് വരുന്നത്. 1080p 30 fps. പിന്നെ 16 MP സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. ക്യാമറ ഒരു പ്രൈമറി അത്യാവശ്യം നല്ല തന്നെയായിരിക്കും. ബാക്കി ക്യാമറ കുഴപ്പമില്ല. ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്. ക്യാമറയ്ക്ക് അത്ര ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടല്ല വരുന്നത്. നെക്സ്റ്റ് OS-ൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ OxygenOS 15 ആയിരിക്കും. Android 15 ഔട്ട് ഓഫ് ദ ബോക്സ്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. നമുക്ക് OnePlus Nord 4 ഇത് തന്നെയാണ് വന്നത്. അപ്ഡേറ്റ്സിന്റെ കാര്യത്തിൽ 4 ഇയർ ആൻഡ്രോയിഡും 6 ഇയർ സെക്യൂരിറ്റിയാണ് വന്നത്. അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ 7000 mAh ബാറ്ററി വരുന്നുണ്ട്. 100 വാട്ടിന്റെ ചാർജറും ബോക്സിൽ കിട്ടും. ബാറ്ററി കാര്യത്തിലും ചാർജിന്റെ കാര്യത്തിലും അടിപൊളി തന്നെയാണ്. 7000 mAh ബാറ്ററി മിക്കവാറും സിലിക്കൺ കാർബൺ ബാറ്ററി തന്നെയാണ് വരാൻ പോകുന്നത്. ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. ചാർജിന്റെ കാര്യത്തിലും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. കണക്ടിവിറ്റി എങ്ങനെയായാലും 5G ആയിരിക്കും. Wi-Fi 6E, പിന്നെ Bluetooth 5.4, USB Type-C 2.0 കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. പിന്നെ പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 8GB 256, 12GB 256 ഒക്കെയാണ് വേരിയൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ നമുക്ക് പ്രൈസ് ലീക്സും ഒക്കെ വന്നിട്ടില്ല. എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് OnePlus Nordന്റെ പോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് റേഞ്ച്. ആ പ്രൈസ് റേഞ്ച് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ തന്നെയാണ് വരാൻ പോകുന്നത്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളി തന്നെയാണ്. പിന്നെ പെർഫോമൻസ് അടിപൊളി തന്നെയാണ്. ബാറ്ററിയുടെ ചാർജിങ്ങിന്റെ കാര്യം അടിപൊളി തന്നെയാണ്. പെർഫെക്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് 3 സാധനമാണ് വേണ്ടത് ഗെയിമിങ്ങിന്. ഒന്ന് മൾട്ടിമീഡിയ ഡിസ്പ്ലേ, പിന്നെ ഒന്ന് പെർഫോമൻസ്, പിന്നെ ബാറ്ററി. ഇത് 3 നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അടിപൊളി സ്മാർട്ട് ഫോണാണ് 30K വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ സ്മാർട്ട് ഫോൺ എടുക്കാൻ പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ സ്മാർട്ട് ഫോൺ ഇറങ്ങുന്നവരെയൊക്കെ നിന്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് എടുക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.